മാത്രമല്ല ഇന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലൂടെ കിട്ടിയ കണക്കുകൾ വെച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കാം. എന്തായാലും വസ്തുത ഈ സഭ അറിയാനും നാടറിയേണ്ടതുമുള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത് ഭരണ പ്രതിപക്ഷ വിഷയങ്ങളുടെ തർക്കത്തിൻ്റെ കാര്യമല്ല. കേരളത്തിലെ പൊതുവിതരണ സംവിധാനം ഇന്ത്യക്ക് മാതൃകയാണ്. ഇവിടെ ചില സമരങ്ങളും സമരത്തിൻ്റെ നോട്ടീസും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കാറുമുണ്ട്. എന്താ വസ്തുത? സാർ, കഴിഞ്ഞ 1-ാം തീയതി മുതൽ ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാരുടെ പണിമുടക്കുണ്ടായിട്ടും ഇന്ന് കേരളത്തിൽ 1,23,086 കുടുംബങ്ങൾ ഇന്ന് റേഷൻ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിപ്പോയിട്ടുണ്ട്. സാർ, ഇന്നലെ 2,86,775 ഇന്നലത്തെ. 21-ാം തീയതി മെനഞ്ഞാന്ന് 2,96,650. സാർ, 20-ാം തീയതി 2,40,213. ഇത്ര ഈ ഒരു മാസത്തെ ഇന്ന് 22 കഴിയുമ്പോൾ 50,84,598 കുടുംബങ്ങൾ, 53.62% ആളുകൾ ഈ കേരളത്തിലെ റേഷൻ ഷോപ്പിൽ നിന്ന് റേഷൻ വാങ്ങി അരി വാങ്ങി കൃത്യമായി പോവുകയാണ്. പണിമുടക്കൊക്കെ ഉണ്ടെങ്കിലും അതിനനുസൃതമായ സ്റ്റോക്ക് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് കൊണ്ടാണ്, ഫലപ്രദമായിട്ടുള്ള പൊതുവിതരണ സംവിധാനമായതുകൊണ്ടാണ് ഇത് നമുക്ക് നടത്താൻ കഴിഞ്ഞത്. സാർ, ഞാൻ ഒരു കാര്യം കൂടെ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ഡിസംബർ മാസം 78,22,607 കുടുംബങ്ങൾ, 82.5%. നവംബർ മാസത്തിൽ 78,599 കുടുംബങ്ങൾ, 82.38%. സെപ്റ്റംബർ മാസം 80,00,000. സാർ, ഇങ്ങനെ ഓരോ മാസം എടുത്താലും 82, 84, 85% വരെ ജനങ്ങൾ കൃത്യമായി റേഷൻ ഷോപ്പിൽ നിന്ന് ഭക്ഷ്യധാന്യം വാങ്ങുകയാണ്. സാർ, മുൻഗണനാ കുടുംബങ്ങൾ, BPL കുടുംബങ്ങൾ 98-99% കുടുംബങ്ങൾ കൃത്യമായി റേഷൻ വാങ്ങിപ്പോകുന്ന ഒരു സംവിധാനം കേരളത്തിലുള്ളപ്പോൾ ആ സംവിധാനത്തെ, പൊതുവിതരണ സംവിധാനത്തെ, രാജ്യത്തിന് മാതൃകയായിട്ടുള്ള പൊതുവിതരണ സംവിധാനത്തെ ഈ സഭയിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഈ പ്രസ്താവന സ്ഥിരമായി ഉണ്ടായതുകൊണ്ടാണ് ഇത് സാർ ഞാൻ സൂചിപ്പിച്ചത്. സാർ, ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ ഗവൺമെൻറ് കഴിഞ്ഞ 3.5 വർഷത്തിനുള്ളിൽ 4,59,578 കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ്, BPL കാർഡ് കൊടുത്ത ഗവൺമെൻറ്റാണ്. സാർ, ഈ ഗവൺമെൻറ് കേരളത്തിലെ മുഴുവൻ ആളുകളുടെ കൈകളിലും റേഷൻ കാർഡ് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചതിന് ഫലമായി 5,12,521 കുടുംബങ്ങൾക്ക് പുതിയ റേഷൻ കാർഡ് കൊടുത്ത ഗവൺമെൻറ്റാണ്. സംഭവം വസ്തുതകളും വിഷയങ്ങളും അവതരിപ്പിക്കുന്നതിന് ഞാൻ എതിരൊന്നുമല്ല, അതൊക്കെ അവതരിപ്പിക്കും. പക്ഷേ തെറ്റിദ്ധാരണ പരത്തുന്ന ഈ പ്രചരണം, ഇവിടെ പച്ചക്കള്ളം പറയുന്ന രീതിയാണ്. അതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഇത് നമ്മുടെ രേഖയിൽ ഉണ്ടാകണമെന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്.